ഇടുക്കി ഏലപ്പാറയിലെ ലോഡ്ജ് മുറിയിലെ അസ്വാഭാവിക മരണം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. കോതമംഗലം സ്വദേശി മനു ജോസഫിനെ കൊന്ന് കടന്നുകളഞ്ഞത് വെസ്റ്റ് ബംഗാൾ സ്വദേശി സൈഫുദ്ദീൻ മണ്ഡലാണ്. ഇയാളെ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്ന് പോലീസ് പിടികൂടി. നിർണായക CCTV ദൃശ്യങ്ങളാണ് പോലീസിന് വഴികാട്ടിയത്. നിതിൻ തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. നിതിൻ, ഇരുവരും ഒന്നിച്ച് ജോലി ചെയ്തിരുന്നവരും ഒരേ മുറിയിൽ താമസിച്ചിരുന്നവരുമാണ്. എപ്പോഴാണ് ഈ കൊലപാതകത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ കാര്യങ്ങൾ വഷളാകുന്നത്? ഏലപ്പാറ ടൗണിലെ ഹോട്ടലിൽ കഴിഞ്ഞ ഒരാഴ്ചയായി മനു ജോസഫും അതുപോലെ തന്നെ ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സൈഫുദ്ദീനും ജോലി ചെയ്തു വരികയായിരുന്നു. ഇരുവരും ഏലപ്പാറയിലുള്ള ഒരു സ്വകാര്യ ലോഡ്ജിലായിരുന്നു താമസം. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു ഇരുവരും തമ്മിൽ സംഘർഷമുണ്ടായി. ഈ സംഘർഷത്തെ തുടർന്നാണ് ഈ മനു കൊല്ലപ്പെട്ടത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏലപ്പാറ ടൗണിലെ സ്വകാര്യ ലോഡ്ജ് മുറിയിൽ കോതമംഗലം സ്വദേശിയായ മനുവിനെ ഇന്ന് രാവിലെയാണ് കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. ഈ മുഖത്തും അതുപോലെ തന്നെ തലയ്ക്കുമൊക്കെ മാരകമായി പരിക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ കാണാതായതാണ് പോലീസിന് സംശയത്തിന് ഇടവരുത്തിയത്. എന്നാൽ രാവിലെ ഈ മരിച്ച വ്യക്തിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയെ പറ്റിയിട്ടോ കൃത്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീട് ലഭിച്ച ഒരു CCTV ദൃശ്യം, അതായത് ഈ കൊലപാതകത്തിന് ശേഷം ഈ സൈഫുദ്ദീൻ വാഹനം കയറി ബസ് കയറി പോകുന്ന ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ഇത് വെച്ചിട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ സൈഫുദ്ദീനെ കണ്ടെത്താൻ സാധിച്ചത്. PMA ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സാജു വർഗീസിന്റെ നേതൃത്വത്തിലാണ് ശാസ്ത്രീയമായ അന്വേഷണം നടന്നത്. പ്രതി നാട്ടിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡും ഒക്കെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തിയത്. ഒടുവിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ സൈഫുദ്ദീനെ കണ്ടെത്തുന്നത്. കോട്ടയം ജില്ലാ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഇവിടെ നിന്നും ഈ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്.